1978 കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് 25ഓളം ഗുഡ് സർവീസ് എൻട്രി ലഭിച്ച സൂപ്രണ്ട് ഓഫ് പോലീസ് റിട്ടയർഡ് നെല്ലിക്കാത്തെരുവിൽ റോക്കി. ഭാര്യയും 3 മക്കളുമടങ്ങുന്ന തൻ്റെ കുടുംബത്തെയും തന്നെയും ദൈവം കൈപിടിച്ചു നടത്തുന്ന വഴികൾ വിശ്വാസപൂർവ്വം ഓർക്കുന്നു. 94 ധ്യാനം കൂടി ദൈവത്തെ അടുത്തറിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സഹനങ്ങളൊക്കെ എങ്ങനെ അതിജീവിക്കാമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. 2005 എൻ്റെ മകൻ മരിക്കുമ്പോൾ എന്നെ ദൈവം വിശ്വാസത്തിൽ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ അവിടെയുള്ളവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് എനിക്കപ്പോൾ പറയുവാൻ കഴിഞ്ഞത്. അത് ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുമെന്നുള്ള ബോധ്യമാണ് എനിക്ക് തന്നത്. മകൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വചനം തന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 14-ാമത്തെ വാക്യമാണ്, 14 വരെയുള്ള വാക്യമാണ് സന്ദേശമായി നൽകിയത്. ഏറെ ടച്ച് ചെയ്ത വചനം 13ഉം 14ഉം. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. ഈ ഒരു വചനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മകൻ്റെ മരണത്തിൻ്റെ അർത്ഥം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. 2006 ഞാൻ റിട്ടയർ ചെയ്ത ശേഷം പല ജോലിക്കും എന്നെ വിളിച്ചിരുന്നെങ്കിലും ഇത്രയും കാലം നമുക്ക് വേണ്ടി ജോലി ചെയ്തു. ഇനി ശിഷ്ടകാലം ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യണം എന്നുള്ള അതിയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്താൽ ദൈവം ആ ആഗ്രഹം സഫലീകരിക്കുവാൻ ദൈവം എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. പല ധ്യാന സെൻ്ററുകളും വചനം പ്രഘോഷിക്കുവാനും കൗൺസിലിനൊക്കെ പോകാൻ ദൈവം എന്നെ അനുവദിച്ചു. അങ്ങനെ സജീവമായിട്ട് ദൈവജനം പ്രസംഗിച്ച് നടക്കുമ്പോഴാണ് 2009 വീണ്ടും നട്ടലിന് പ്രശ്നമായിട്ട് കിടപ്പിലായി പോകുന്നത്. 5-6 മാസം കിടപ്പിലായപ്പോഴും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം എനിക്ക് തന്നു. എൻ്റെ നട്ടലിന് കാര്യമായ ക്ഷതം പറ്റി. നട്ടലിന് L4, L5, L5S1 ഡിസ്ക് പ്രൊലാപ്സും L5 വെർട്ടിബ്ര ഡീജനറേറ്റ് ചെയ്ത് ഫ്രാക്ചർ ആകുകയും ചെയ്തു. അതുപോലെ തന്നെ C3 to C7 ഡിസ്ക് പ്രൊലാപ്സ് സംഭവിച്ചു. നട്ടലിന് കാര്യമായ ക്ഷതങ്ങൾ, അതുപോലെ തന്നെ ഡീജനറേഷനൊക്കെ സംഭവിച്ചു. ഞാൻ എഴുന്നേറ്റ് നടക്കുക പോലും ചെയ്യില്ല എന്നുള്ളൊരവസ്ഥയിലായി. എങ്കിലും ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എന്നെ നിരാശനാകാതെ പ്രത്യാശയിൽ നടത്തി. യോഹന്നാൻ 16:33 നമ്മൾ കാണുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ കീഴടക്കിയതിൻ്റെ കൂടെ ആകുമ്പോഴാണ് ജീവിതത്തിലുണ്ടാകുന്ന സ്ഥാനങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുവാൻ നമുക്ക് കൃപ ലഭിക്കുക, ദൈവാനുഗ്രഹം ഉണ്ടാകുക.